വെൽക്കം. തഹ്മാനാണ്. യൂറിനറി ഓർ എക്സ്ക്രീറ്ററി സിസ്റ്റം വീഡിയോ സീരീസ് നമ്മുടെ 6ാമത്തെ വീഡിയോ ആണത്. ഈ വീഡിയോ ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ ആസിഡിഫിക്കേഷൻ അതാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി യൂറിൻ ആസിഡ് പരുവത്തിലായിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതല്ല. ടു റെഡ്യൂസ് ദ ബ്ലഡിലുള്ള ആസിഡിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് യൂറിൻ ബിക്കം ആസിഡിക് ആവുന്നതാണ്. അല്ലാതെ യൂറിൻ ആസിഡിക് ആയിരിക്കണം അതിനുവേണ്ടി ചെയ്യുന്ന കാര്യമല്ല എന്ന് നമുക്ക് ആദ്യമേ ഓർക്കാം. സോ കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് ആസിഡ് ബേസ് ബാലൻസ് ആണ്. സോ അതാണ് നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. സോ നമ്മുടെ ശരീരത്തിൽ ആസിഡ് ബേസ് ബാലൻസിന് വേരിയസ് ബഫർ സിസ്റ്റംസിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. നമ്മൾ ലങ്സിൽ കുറച്ച് പറഞ്ഞായിരുന്നു. ആൻഡ് ബ്ലഡ് പി എച്ച് എത്രയാണ്? നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് 7.35 to 7.45 7.4 ആണ്. ആൻഡ് ആസിഡ് ബേസ് ബാലൻസിന്റെ ലോങ് ടേം റെഗുലേഷൻ ആണ് പ്രധാനമായിട്ടും കിഡ്നി ചെയ്യുക. സോ കിഡ്നി ചെയ്യുന്നത് ലോങ് ടേം റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ആസിഡ് എവിടെ നിന്നുണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും മെറ്റബോളിക് പ്രോസസ്, ധാരാളം മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. സോ ഇതിന്റെ ഫലമായിട്ട് വിവിധ തരം ആസിഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇത് എല്ലാം ബ്ലഡിലേക്കാണ്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവസാനം നമുക്ക് ആസിഡോസിസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകും, മെറ്റബോളിക് ആസിഡോസിസ്. സോ ഇത് തടയാനായിട്ടാണ് നമ്മൾ H+ അല്ലെങ്കിൽ ആസിഡിനെ യൂറിനിലേക്ക് പുറം തള്ളുന്നത്. നമ്മുടെ ബ്ലഡ് പി എച്ച് 7.4 ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ യൂറിന്റെ പി എച്ച് സാധാരണ രീതിയിൽ ഒരു 6 ആണ്, ആസിഡിക് പി എച്ച് ആണ്. അത് ഇറ്റ് ക്യാൻ ബി റേഞ്ച് ഫ്രം 4 to 8. സോ ഡിപ്പെൻഡ് അപ്പോൺ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓർ ഡിപ്പെൻഡ്സ് അപ്പോൺ നീഡ്സ്. സോ ഇങ്ങനെ ശരീരത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ ഓർ മെറ്റബോളിക് ആക്ഷൻസ് കൂടിയാൽ, ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 2 മാർഗങ്ങളാണോ. ഒന്ന്, നമുക്ക് ചെയ്യാവുന്നത് ആസിഡ്സ് കൂടുമ്പോൾ ആൽക്കലിയെ നമ്മൾ സംരക്ഷിക്കുക. ആൽക്കലീസ് ആർ പ്രിസർവ്. സോ പ്രിസർവേഷൻ ഓഫ് ആൽക്കലി ആണ് ഒരു മാർഗം. അതിന് ചെയ്യാൻ നമുക്ക് റീഅബ്സോർഷൻ ഓഫ് ബൈകാർബണേറ്റ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബൈകാർബണേറ്റ് HCO3- ആണ് ബൈകാർബൺ. അതാണ് ഒരു മാർഗം. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് കൂടുതലായിട്ടുള്ള ആസിഡ് തള്ളിക്കളയുക. സോ എക്സ്ക്രീഷൻ ഓഫ് H+. പ്രോട്ടോണിനെ നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ കളയാൻ മൂത്രത്തിലൂടെ കളയണം. സോ ഇത് വേണമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കപ്പിൾഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരേ സമയം ബൈകാർബണേറ്റിനെ പ്രിസർവ് ചെയ്യുകയും H+നെ നമുക്ക് തള്ളിക്കളയുകയും ചെയ്യുന്ന സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. സോ ബൈകാർബണേറ്റ് H+ കപ്പിൾഡ് സിസ്റ്റംസ് ഉണ്ട്. ഇനി മറ്റൊരു പരിപാടി നമുക്ക് ചെയ്യാവുന്നത് യൂറിനിൽ തന്നെ ആൽക്കലി പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ ആൽക്കലിയെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പുതിയതായിട്ട് ബൈകാർബണേറ്റ് നമുക്ക് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്തിട്ട് ആ ബൈകാർബണേറ്റിനെ ബ്ലഡിലേക്ക് വിട്ടു കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ നടക്കും. സോ ന്യൂ ബൈകാർബണേറ്റ് സിന്തസിസ് ഈസ് അനദർ മെത്തഡ്. സോ ഇങ്ങനെയും കിഡ്നി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആസിഡ് ബേസ് ബാലൻസ് ഓർ ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിനിൽ വരുന്ന കാര്യമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞാലും ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറഞ്ഞാലും ദീസ് ആർ ബോത്ത്, രണ്ടും ഒന്ന് തന്നെയാണ് കാര്യം നടക്കുക. സോ വി ആർ ഡിസ്കസിങ് ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ ആൻഡ് ഓൾസോ ആസിഡ് ബേസ് ബാലൻസ് ഫങ്ഷൻസ് ഓഫ് കിഡ്നി. ലോങ് ടേം ആസിഡ് ബേസ് ബാലൻസ് ആണ് കിഡ്നി ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു H+നെ എക്സ്ക്രീറ്റ് ചെയ്യുക, H+നെ അങ്ങോട്ട് എക്സ്ക്രീറ്റ് ചെയ്യുക. അങ്ങനെ H+നെ ചുമ്മാ അങ്ങോട്ട് കളയാനൊന്നും എപ്പോഴും പറ്റണമെന്നില്ല. അപ്പൊ ഈ H+നെ ബഫർ ചെയ്യുന്ന ചില സിസ്റ്റംസ് കൂടി, നമ്മുടെ മെക്കാനിസംസ് കൂടി നമുക്ക് പറയാം. സോ ഇങ്ങനെ വിവിധ പരിപാടികൾ എല്ലാം കൂടി ചേർന്നാണ്. അപ്പൊ ഒന്ന്, ബൈകാർബണേറ്റ് പ്രിസർവേഷൻ നമുക്ക് പറയണം. 2, ന്യൂലി ഫോംഡ് ബൈകാർബണേറ്റ് പ്രൊഡക്ഷൻ നമുക്ക് പറയണം. 3, H+ സെക്രീഷൻ നമുക്ക് പറയണം. ആൻഡ് 4, H+ സെക്രീഷനൊപ്പം തന്നെ അതിനെ ബഫർ ചെയ്യുന്ന മെക്കാനിസം കൂടി നമുക്ക് പറയണം. സോ എല്ലാം ചേരുമ്പോൾ ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടാകും. സോ ഫലം, ദ അൾട്ടിമേറ്റ് ഫലം ഈസ് യൂറിൻ ആസിഡിഫിക്കേഷൻ ആണ്. ഇതിന്റെ എല്ലാം ഫലം അവസാനം ഉണ്ടാകും. സോ നമുക്ക് പറയേണ്ടത് ഈ മെക്കാനിസംസ് ആണ് കിഡ്നിയുടെ, അതായത് നെഫ്രോണിന്റെ ഓരോ ഭാഗത്തും. സോ നെഫ്രോണിന് പല ഭാഗങ്ങളുണ്ട്. PCTയിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലൂപ്പ് ഓഫ് എൻലിയിൽ ഉണ്ടെങ്കിൽ അത് പറയണം. DCTയിൽ എന്ത് സംഭവിക്കുന്നു, കളക്ടിംഗ് ഡക്റ്റിൽ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് അവസാനം യൂറിൻ ആസിഡിക് ആവുന്നത്. ഇത് എല്ലാം ചെയ്ത് സംഭവിച്ചു വരുമ്പോഴത്തേക്കും യൂറിൻ വിൽ ബിക്കം ആസിഡിക്. സോ ഇതാണ് നമ്മൾ കാണുക ഈ വീഡിയോയിൽ. സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബ്ലഡിലെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ശരീരത്തിന്റെ ബൈകാർബണേറ്റ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. സോ ബ്ലഡ് ഗ്ലോമറുലസ് ഫിൽറ്റർ ചെയ്യുന്നു. ബൈകാർബണേറ്റ് ഈസ് ഓൾസോ ഫിൽറ്റേർഡ്. ബൈകാർബണേറ്റ് എത്ര ഫിൽറ്റർ ചെയ്യുന്നു വെച്ചാൽ 4320 മില്ലി ഈക്വലൻസ് ആണ് ബൈകാർബണേറ്റ് ഫിൽറ്റർ ചെയ്യുന്നത്. സോ ഗ്ലോമറുലസ് ഫിൽട്രേറ്റിൽ വരുന്നത് ഇത്രയാണ് 4320. സോ ഇതിനാണ് നമ്മൾ ഫിൽറ്റേർഡ് ലോഡ് എന്ന് പറയുന്നത്. സോ ഫിൽറ്റേർഡ് ലോഡ് ഓഫ് ബൈകാർബണേറ്റ് ഇതാണ് 4320 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ. സോ ഇതിൽ 99% 99% ഈസ് ബീൻ റീഅബ്സോർബ്ഡ്. 99% തിരിച്ചെടുക്കും. സോ അങ്ങനെ ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ്. ഈ ഭാഗം ഫസ്റ്റ് ഭാഗം പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുലാർ ഏരിയയിലാണ്. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൈറ്റ് ഓഫ് എല്ലാത്തിന്റെയും റീഅബ്സോർപ്ഷൻ സൈറ്റ് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ഓൾസോ ബൈകാർബണേറ്റിന്റെയും ഇത് തന്നെ. ഇനി അടുത്ത സൈറ്റ് ഉള്ളത് ഇവിടെയാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. ഇവിടെ നടക്കുന്നുണ്ട്. ദെൻ ഓൾസോ ഇൻ ദ കളക്ടിംഗ് ഡക്റ്റിലും ബൈകാർബണേറ്റ് റീഅബ്സോർപ്ഷൻ നടക്കും. ആൻഡ് ഇവിടെ H+ സെക്രീഷൻ, ഇവിടെയുള്ള H+ സെക്രീഷൻ ഈസ് ആക്റ്റീവ് സെക്രീഷൻ ആണ്. ആക്റ്റീവ് പ്രോസസ് ആയിട്ടാണ് ഇവിടെ ബൈകാർബണേറ്റ് എടുക്കുന്നുണ്ട്. H+ ആക്റ്റീവായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ H+ എത്ര പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50 to 100 മില്ലി ഈക്വലന്റ് ആണ് പോവുക. സോ ഇതാണ് യൂറിനെ ആസിഡിഫൈ ചെയ്യുക. സോ നമുക്ക് ആദ്യം PCTയിൽ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, പഠിച്ചതാണ്, ഞാൻ വരച്ചതും എല്ലാമാണ്. ആൻഡ് ഇവിടുത്തെ സെൽസ് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ദിസ് സെൽസ് ഞാൻ വലുതാക്കി അങ്ങ് വരയ്ക്കുകയാണ്. ആൻഡ് ദിസ് സെൽ ഈസ് വാട്ട് ഈസ് കോൾഡ് ബ്രഷ് ബോർഡർ സെൽസ്. ബ്രഷ് ബോർഡർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെയുള്ള സെൽസ് ഇങ്ങനെയാണ് ഇരിക്കുക. ആൻഡ് ഇവിടെ ബേസോ ലാറ്ററൽ സൈഡിൽ ഒരു പമ്പ് ഉണ്ട്. നമുക്കെല്ലാം അറിയാം, സോഡിയം പൊട്ടാസ്യം ATPase എന്നാണ് ഇതിന് വിളിക്കുക. സോ ദിസ് വിൽ പമ്പ് ഔട്ട് സോഡിയം 3 സോഡിയം പുറത്തേക്ക് കളയും. അകത്തേക്ക് 2 പൊട്ടാസ്യം മാത്രമാണ് എടുക്കുക. സോ അപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് സോഡിയത്തിന്റെ എമൗണ്ട് കുറവാണ്. സോ ഇത്രയും നമുക്ക് ബേസിക് ആണ്. അപ്പൊ ഇനി സോഡിയം എടുക്കണം. സോഡിയം എടുക്കേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സോഡിയം എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് സോഡിയം എടുക്കേണ്ടത്. സോ സോഡിയം ലൂമൻ ഓർ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇതിലെ കൂടിയാണ്, ട്യൂബിലൂടെയാണ് ഒഴുകി വരിക. ഇവിടെയാണ് സോഡിയം എടുക്കുന്നത്. സോ സോഡിയം ഇവിടെ എടുക്കാൻ വേറിട്ട് സോഡിയം മാത്രം എടുക്കാൻ പറ്റില്ല. അവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ആൻഡ് ദിസ് ട്രാൻസ്പോർട്ടർ സോഡിയം എടുക്കുമ്പോൾ പകരം നമുക്ക് H+ അങ്ങോട്ടേക്ക് കൊടുക്കണം. H+ ഓർ പ്രോട്ടോണിനെ, സോ ഇവിടെ ഇരിക്കുന്ന പ്രോട്ടോണിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താലാണ് സോഡിയം കിട്ടുള്ളൂ. സോ ദിസ് ഈസ് സോഡിയം H+ ആന്റി പോർട്ടർ അല്ലെ, ആന്റി പോർട്ടർ ആണ്, എഗെയിൻസ്റ്റ് ആയിട്ട് പോർട്ട് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം? H+ ഇവിടെ കൂടും അല്ലെ. അപ്പൊ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും. ഈ H+ എവിടെ നിന്ന് വന്നു? സോ H+ നമ്മൾ സെക്രറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. H+ എവിടെ നിന്ന് വന്നു എന്നതിന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യമായിട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് കയറി എന്ന് വിചാരിക്കുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇത് രണ്ടും കൂടി ഇൻ പ്രസൻസ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് നമുക്ക് H2CO3 ഉണ്ടാവും, ഓർ കാർബോണിക് ആസിഡ് ഉണ്ടാവും. ദിസ് കാർബോണിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു H+ ആൻഡ് HCO3-. സോ ദിസ് ഈസ് ബൈകാർബണേറ്റ്, ദിസ് ഈസ് H+. സോ ഈ H+ ആണ് ഇങ്ങോട്ടേക്ക് കൊടുത്തത്. ബൈകാർബണേറ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, സോ ബൈകാർബണേറ്റ് നമുക്ക് ഇവിടെ ബ്ലഡിനകത്തേക്ക് നമുക്ക് റീഅബ്സോർബ് H+ പോവുകയും ചെയ്തു, ബൈകാർബണേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ആക്ച്വലി ദിസ് ബൈകാർബണേറ്റ് ഇവിടെ നിന്നാണോ വരുന്നത് വെച്ചാൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് കിട്ടുന്നതല്ല. ആൻഡ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എവിടെ നിന്ന് വരുന്നു വെച്ചാൽ ഇവിടെ നിന്ന് വരാം, പക്ഷെ അവിടെ നിന്നല്ല അധികം വരിക, ഇവിടെ നിന്നാണ്. അതെങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് ഫിൽട്രേറ്റ്, ഇതിനകത്ത് വരുന്ന ഫിൽട്രേറ്റിനകത്തും ബൈകാർബണേറ്റ് ഉണ്ട്. സോ ദർ ഈസ് HCO3 ഓർ ബൈകാർബണേറ്റ് ഇവിടെ ഉണ്ട്. ഈ ബൈകാർബണേറ്റും H+ കൂടി റിയാക്ട് ചെയ്യുന്നു. പുറത്തേക്ക് വിട്ട H+ കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് H2CO3 ആണ്, കാർബോണിക് ആസിഡ് ആണ്. ആൻഡ് ദിസ് വിൽ ഫോം CO2 + H2O ആയിട്ട് മാറും. ഇത് മാറണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ബ്രഷ് ബോർഡർ മസ്റ്റ് കണ്ടെയ്ൻ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്, അതുണ്ട്. സോ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ആൻഡ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ അപ്പൊ ആക്ച്വലി എന്താ സംഭവിച്ചത്? ആക്ച്വലി ദിസ് ബൈകാർബണേറ്റ്, ഈ ബൈകാർബണേറ്റ് ആണ് ഇങ്ങോട്ടേക്ക് പോയത്. ആൻഡ് H+ നമ്മൾ ഉപയോഗിച്ചതോ H+ നമ്മൾ ഈ ബൈകാർബണേറ്റ് റിയാക്ട് ചെയ്തിട്ടാണ്. സോ H+ അപ്പൊ യൂറിനിൽ ഇതുവഴി സെക്രറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ബൈകാർബണേറ്റ് ഇവിടെ നമുക്ക് കിട്ടുകയും. സോ ബൈകാർബണേറ്റ് ഈസ് ബീൻ ടേക്കൺ ആൻഡ് H+ ഈസ് ഗിവൺ ഔട്ട്, ബട്ട് ദിസ് H+ ഈസ് റിയാക്റ്റഡ് വിത്ത് ദിസ് ബൈകാർബണേറ്റ്. ഓക്കെ, സോ ഇതാണ് PCTയിൽ സംഭവിച്ചത്. സോ PCTയിൽ നമുക്ക് ബൈകാർബണേറ്റിനെ എടുക്കാൻ പറ്റി, പക്ഷെ H+നെ കളഞ്ഞോ എന്ന് വെച്ചാൽ കളഞ്ഞിട്ടുണ്ട്, പക്ഷെ H+ യൂറിനിൽ വന്നിട്ടില്ല. ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ അപ്പൊ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ്. അപ്പൊ ഇനി നടക്കുന്നത് PCTയിലല്ല, അങ്ങ് വേറെ ദൂരദേശത്ത്, അതായത് ലേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഈ ഭാഗത്തും കളക്ടിംഗ് ഡക്റ്റിലുമാണ് ഇനി ബൈകാർബണേറ്റ് ആൻഡ് H+ന്റെ പരിപാടികൾ നടക്കുക. ആൻഡ് ഇവിടെയുള്ള സെൽസ് നമുക്ക് പറയാം ഇന്റർകലേറ്റഡ് സെൽസ് ആണ്. നമ്മൾ പഠിച്ചതാണ്, കണ്ടതാണ്, പ്രോസസ് കണ്ടാണ്. ആൻഡ് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് ആൽഫ ടൈപ്പ് ഓഫ് ഇന്റർകലേറ്റഡ് സെൽസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് കൂടി ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെയും എന്തുണ്ട്? കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇവിടെ ബ്രഷ് ബോർഡർ സെൽസ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇവിടെ ബ്ലഡ് വെസൽ ആൻഡ് ദി
ദിസ് ഈസ് ദ ലൂമൻ ഏരിയ. സോ ഇവിടെ എന്തുണ്ട്? ഇവിടെയും കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പൊ റിയാക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. CO2 plus H2O gives H2CO3 ഉണ്ടാകും. കാർബോണിക് ആസിഡ് H+ഉം ബൈകാർബണേറ്റും ആയിട്ട് മാറുന്നുണ്ട്. അപ്പോ ഇവിടെ ബൈകാർബണേറ്റ് ഇങ്ങോട്ടേക്ക് ബ്ലഡിലേക്ക് തിരിച്ചു പോകാം. സോ ദിസ് ബൈകാർബണേറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ ടു ദ ബ്ലഡ്. സോ ഇവിടെ നമ്മൾ ന്യൂലി സിന്തസൈസ്ഡ് ബൈകാർബണേറ്റ് ആണ് ഇവിടെ. കാരണം ഈ H+നെ ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ബൈകാർബണേറ്റ് വരുന്നുണ്ടോ എന്ന് വെച്ചില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടെ വെച്ചേ എടുത്തു. അപ്പൊ ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ബൈകാർബണേറ്റ് അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. സോ ഇവിടെ വി ആർ ഗെറ്റിംഗ് ന്യൂലി സിന്തസൈസ്ഡ് ബൈകാർബണേറ്റ്. സോ ബൈകാർബണേറ്റ് കൂടി ബ്ലഡിനകത്തേക്ക് അപ്പൊ pH നമുക്ക് കൂട്ടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കാൻ പറ്റും. ആൻഡ് H+ന് പുറത്തേക്ക് കളയണം. H+ പുറത്തേക്ക് കളയാൻ ഇവിടെ മെക്കാനിസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെക്കാനിസം ഇതാണ്. ദാറ്റ് ഈസ് ATP ഉപയോഗിച്ചിട്ട് ATP വെച്ചിട്ട് H+നെ പുറത്തേക്ക് തള്ളുകയാണ്. ബൈ ആക്റ്റീവ് പ്രോസസ് എനർജി സ്പെൻഡ് ചെയ്തിട്ട് H+നെ പുറത്തേക്ക് ലൂമനിലേക്ക് ഇതിനകത്തേക്ക് H+നെ ഇങ്ങനെ തള്ളുകയാണ്. H+ ഈസ് ബീൻ സെക്രീറ്റഡ്. ഇവിടെയും ഇവിടെയെല്ലാം H+ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ട്രാൻസ്പോർട്ടറിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, പ്രോട്ടോൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ ആണ്. പ്രോട്ടോൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ ആണ്. സോ ഇറ്റ്സ് ആൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ. ആൻഡ് ഇനി വേറെ മെക്കാനിസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെക്കാനിസംസ് ഉണ്ട് കേട്ടോ. ഉദാഹരണം H+ നമുക്ക് പുറത്തേക്ക് കളയണം. അപ്പൊ ഏതെങ്കിലും പോസിറ്റീവ് സോഡിയം പൊട്ടാസ്യം ഒക്കെ അകത്തേക്ക് കയറാം. അപ്പോഴും നമുക്ക് H+നെ പുറത്തേക്ക് കളയാം. സോ എങ്കിലും ഇതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ മെക്കാനിസം. സോ ഇങ്ങനെ H+നെ നമുക്ക് തള്ളാം. പക്ഷേ നമുക്കറിയാം ലൂമനാണ് ഇത്. H+ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ അസിഡിറ്റി ഇവിടെ കൂടും. ഒരുപാട് ആസിഡ് ഇതിലെ കൂടി ഇങ്ങനെ ആസിഡായിട്ട് ആസിഡ് ഉള്ള ഒഴുകാൻ പറ്റുമോ? ഇല്ല. സോ അതിനൊരു പ്രത്യേക പരിധിയുണ്ട്. റീനൽ ട്യൂബുലാർ സെൽസിന് ഒരു പരിധിയിൽ കൂടുതൽ H+നെ ഇങ്ങോട്ടേക്ക് പുറം തള്ളാൻ പറ്റില്ല. ആൻഡ് ദിസ് പരിധി ഈസ് കോൾഡ് ആസ് ദ ലിമിറ്റിംഗ് pH. അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് pH എന്ന് പറയുന്നത്. എത്രയാണെന്ന് വെച്ചാൽ 4.5 pH ആണ്. 4.5ൽ താഴെ pH നിൽക്കുകയാണെങ്കിൽ ഇനി ഇതിനകത്തേക്ക് H+ തള്ളാനായിട്ട് പറ്റും. സോ ഈ കിഡ്നിന് പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. ഈ ഉള്ള പരിപാടികൾ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കും. സോ ഇറ്റ്സ് നീഡ്സ് അഡീഷണൽ മെക്കാനിസംസ് ആൻഡ് ദീസ് മെക്കാനിസംസ് ആർ കോൾഡ് ആസ് ബഫറിംഗ് മെക്കാനിസം. ഈ H+ ഇങ്ങോട്ട് വരുന്നത് പിടിച്ച് സംരക്ഷിക്കാൻ വേറെ ആളുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങോട്ട് തരൂ ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി എത്ര H+നെ നമുക്ക് വിടാനായിട്ട് പറ്റും. So this is called as the buffering mechanism. So യൂറിന്റെ acidity ഒരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബഫറിംഗ് മെക്കാനിസം ഷുഡ് ബി ആക്റ്റീവ്. സോ ഇനിയപ്പോൾ H+ കളയാനായിട്ട് കിഡ്നി ഉപയോഗിക്കുന്ന മറ്റ് മാർഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ബഫറിംഗ് മെക്കാനിസംസ് എന്ന് നമുക്ക് പറയാം. സോ 3 ബഫറിംഗ് മെക്കാനിസം ഉണ്ട്. ഒന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് തന്നെയാണ്. അത് ബൈകാർബണേറ്റ് ബഫറിംഗ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതും ഒരു ബഫറിംഗ് മെക്കാനിസം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളത് പറഞ്ഞു. 2 ഫോസ്ഫേറ്റ് ബഫറിംഗ് മെക്കാനിസം ആണ്. ഫോസ്ഫേറ്റ് ബഫറിംഗ് മെക്കാനിസംസ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അമോണിയ ബഫറിംഗ് മെക്കാനിസം. സോ ഇങ്ങനെ 3 മെക്കാനിസം. സോ ആദ്യത്തെ നമ്മൾ മെക്കാനിസം ബൈകാർബണേറ്റ് ബഫറിംഗ് നമ്മൾ എവിടെ കണ്ടത്? PCTയിൽ കണ്ടു കഴിഞ്ഞു. PCTയിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ബൈകാർബണേറ്റുമായിട്ട് ചേർന്നിട്ടാണ് H+. അപ്പൊ എത്ര H+ വിട്ടാലും കുഴപ്പമില്ല, ബൈകാർബണേറ്റ് തിരിച്ചെടുത്തോളൂ. സോ രണ്ടാമത്തെ നടക്കുന്നത് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഫോസ്ഫേറ്റ് ആൻഡ് അമോണിയ ബഫർ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്ടിംഗ് ഡക്റ്റിലും തന്നെയാണ് ഈ 2 മെക്കാനിസംസ് നടക്കുക. അപ്പൊ നമുക്ക് ഇനി ഇത് പറയാം. സോ നമുക്ക് ആദ്യം ഫോസ്ഫേറ്റ് ബഫർ മെക്കാനിസംസ് ആണ് പറയുന്നത്. ഫോസ്ഫേറ്റ് ബഫർ മെക്കാനിസം. സോ ഇവിടെ നമ്മൾ ഈ ഭാഗം നമ്മൾ വരച്ചായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ. അത് നമ്മൾ ഇങ്ങനെയാണ് വരച്ചത്. ബാക്കിയെല്ലാം ഞാൻ വിടുകയാണ്. ഈ ഒറ്റ കാര്യം മാത്രം ATP വയ്ക്കുന്നു, H+ പുറത്തേക്ക് കളയുന്നു. അപ്പൊ ഇതിനാണ് പരിധി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സോ ഫോസ്ഫേറ്റ് PCTയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫോസ്ഫേറ്റ് ഒരു 75% നമുക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർപ്ഷൻ തടയാനായിട്ട് പാരാത്ത ഹോർമോണൊക്കെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞാണ്. എങ്കിലും ബാക്കി കുറെ 25% ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തുന്നുണ്ട്. സോ ഈ ഫോസ്ഫേറ്റ് വരുന്നത് സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ്. സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഇവിടെ എത്തുന്നു. ആൻഡ് ദിസ് H+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഡൈ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. എത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പൊ H+ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ അത് യൂറിനിലൂടെ അങ്ങോട്ട് പൊക്കോളൂ. അപ്പൊ ഇനി എന്തോരം വേണമെങ്കിലും H+ ഇതായിരുന്നല്ലോ പ്രശ്നം അല്ലെ. ലിമിറ്റിംഗ് pH വന്നു എന്നാണ് പ്രശ്നം. നമ്മളിപ്പോൾ ആ പ്രശ്നം എടുത്താൽ കളഞ്ഞു. സോ നമുക്ക് യൂറിനില് വീണ്ടും അധികം ധാരാളമായിട്ട് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതാണ് ഒരു മെക്കാനിസം. സോ ഫോസ്ഫേറ്റ് ബഫറിംഗ് മെക്കാനിസം ആണ് ഒരു മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞ ഇത്തിരി കടന്ന കൈയാണ്. അത് അമോണിയ ബഫറിംഗ് മെക്കാനിസം ആണ്. സോ രണ്ടാമത്തത് അമോണിയ ബഫറിംഗ് മെക്കാനിസം ആണ്. അപ്പൊ നമുക്കിനി അമോണിയ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ അമോണിയ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ H+നെ നമുക്ക് മാറ്റാനായിട്ട്. സോ ഇവിടെ H+നെ പുറത്ത് തള്ളാൻ നമുക്ക് അമോണിയ കൂടി വേണം. ആൻഡ് ഈ അമോണിയ ഈ സെല്ല് ഉണ്ടാക്കി. അത് സാധാരണ സംഭവിക്കുക
ക്രോണിക് സിവിയർ മെറ്റബോളിക് ആസിഡോസിസ് ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് നടക്കുക. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് അമിനോ ആസിഡ്സ് ഇതിനകത്തേക്ക് കയറാം അല്ലെ. അമിനോ ആസിഡ്സ് ബ്ലഡിലൂടെ ഇതിനകത്തേക്ക് കയറിയാൽ ഈ അമിനോ ആസിഡ്സിന്റെ എല്ലൂര് എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് ആണ്, അതിനെ ഡി അമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അമിനോ ഗ്രൂപ്പ് എടുത്ത് മാറ്റുക. ആരൊക്കെയാണ് മാറ്റാൻ പറ്റുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഗ്ലൂട്ടമിൻ ആണ് ഒരാള്, ദെൻ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ പറ്റും, ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. സോ ഈ 3 അമിനോ ആസിഡ്സിന്റെയും അമിനോ ഗ്രൂപ്പ് അങ്ങ് മാറ്റും. സോ ഗ്ലൂട്ടമിൻ നമുക്ക് ഗ്ലൂട്ടമേറ്റ് കിട്ടും. സോ ഈ ഗ്ലൂട്ടമിൻ അതിൽ നിന്ന് നമുക്ക് ഏകദേശം 60% അമോണിയ ഉണ്ടാക്കിയെടുക്കാം. ഗ്ലൂട്ടമേറ്റിൽ നിന്ന് ഒരു 30, 35, 40% വരെ ഉണ്ടാക്കിയെടുക്കാം. സോ ഇത് രണ്ടുമാണ് അപ്പോൾ പ്രധാന സോഴ്സ്. അലാനും ഗ്ലൈസിനും സെക്കൻഡറി സോഴ്സസ് മാത്രമാണ്. സോ ഗ്ലൂട്ടമേറ്റ് ആക്കാനായിട്ട് ഗ്ലൂട്ടമേസ് എന്ന് പറയുന്ന എൻസൈം വേണം. സോ ഇതിന് രണ്ടിനെയും അമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഫോം ഈസ് അമോണിയ ഫോം ചെയ്യും. ദിസ് അമോണിയ ആരുമായിട്ട് റിയാക്ട് ചെയ്യാം, EH+ ആയിട്ട് റിയാക്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് NH4+ അമോണിയം അയോൺ ഉണ്ടാകും. ഈ അമോണിയം അയോൺ അമോണിയം ക്ലോറൈഡ് ആകാം, അമോണിയം സൾഫേറ്റ് ആകാം, അമോണിയം ഫോസ്ഫേറ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ളതായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂറിനിലൂടെ നിങ്ങടും. അപ്പോൾ നമുക്ക് H+ന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. സോ ദിസ് ദ സെക്കൻഡ് മെക്കാനിസം, അമോണിയ മെക്കാനിസം, അമോണിയ ബഫറിംഗ് മെക്കാനിസം. സോ ഇറ്റ് ഈസ് ഫ്രം അമിനോ ആസിഡ് ഡീഅമിനേഷൻ വഴിയാണ് ഇത് നടക്കുക. അമോണിയ ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് അമോണിയമാക്കുന്നു, അമോണിയം ക്ലോറൈഡ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് കളയാൻ പറ്റും. ഇനി ഈ ഡീഅമിനേഷൻ അല്ലാതെ അമോണിയ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റിൽ നിന്ന് നമുക്ക് വേറെ സംഭവമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾക്കറിയാം, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം, 2 ബൈകാർബണേറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കഥകളും നിങ്ങൾക്കറിയാം, ബയോകെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഈ ബൈകാർബണേറ്റ് ഇങ്ങോട്ട്, സോ ഒന്ന് അമോണിയ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ H+ മാറ്റാം. ബൈകാർബണേറ്റ് ഇങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബൈകാർബണേറ്റ് ആയിട്ട് ബ്ലഡ് pH വർദ്ധിപ്പിക്കാം. സോ 2 രീതിയിലും ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഓക്സിഡേഷൻ ആണ്, ആൻഡ് ഇത് ഡീഅമിനേഷൻ ആണ്. സോ ഈ പരിപാടി കിഡ്നിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, റീനൽ സെൽസിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകും. സോ കിഡ്നി ഫെയിലിയർ മൂലം മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകുന്നത് ഇതുകൊണ്ടായിരിക്കും. ആൻഡ് ഇത് കൂടുതലായിട്ട് കിഡ്നി അങ്ങ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങ് ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ആൽക്കലോസിസും ഉണ്ടാകും എന്നുകൂടി ഓർക്കുക. കാരണം ഒരുപാട് H+ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാകും. സോ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, 2 അസുഖങ്ങൾ അവിടെ കുത്തികയറ്റി എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫൈനൽ വേർഡ്സ്. സോ നമുക്കിപ്പോൾ ഇവിടെ എന്തുണ്ടായി, നമുക്കിവിടെ H+ കളയണം. H+ കളയാനല്ല, ബ്ലഡിൽ നിന്ന് H+ കളയാനും. ഇവിടെ നിന്ന് H+ കളയുക, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. അവിടെ നിന്ന് ബ്ലഡിൽ നിന്ന് H+ ഇങ്ങോട്ടേക്ക് ഇതിനകത്തേക്ക് തള്ളി ഇങ്ങനെ കളയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ധർമ്മം. അപ്പോൾ H+ ശരീരത്തിൽ കുറയും. യൂറിൻ അപ്പോൾ ആസിഡിഫൈ ചെയ്തു. അത് നടക്കുന്ന ഒരു കാര്യം. നമ്മുടെ ലക്ഷ്യം ശരിക്കും യൂറിൻ ആസിഡിഫിക്കേഷൻ അല്ല, നമ്മുടെ ലക്ഷ്യം ശരിക്കും ബ്ലഡ് ആസിഡ് എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. സോ വി ആർ ഡൺ വിത്ത് ദാറ്റ്. നമ്മളത് നടത്തി. സോ നമുക്ക് പല രീതിയിലും H+ കളയാം. ഒരു പരിധി കഴിഞ്ഞാൽ H+ കളയാൻ ബഫറിംഗ് സിസ്റ്റം വേണം. ബഫറിംഗ് സിസ്റ്റം പ്രധാനമായിട്ട് ഫോസ്ഫേറ്റ് ബഫർ ആൻഡ് അമോണിയ ബഫറിംഗ് ആണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബൈകാർബണേറ്റ് എക്സ്ചേഞ്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബൈകാർബണേറ്റ് പുതിയതായിട്ട് സിന്തസിസ്. ഇത് ഓൾസോ ബൈകാർബണേറ്റ് സിന്തസിസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ യൂറിൻ വിൽ ബിക്കം ആസിഡിക്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നമ്മളിപ്പോൾ ഇതുവരെ കണ്ട് യൂറിൻ ആസിഡ് എങ്ങനെയായി എന്ന് കണ്ടു കഴിഞ്ഞു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.